മലയാളത്തിലെ മാധ്യമ മേധാവികൾ ആർക്കൊപ്പം? ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് പിന്നിൽ മാതൃഭൂമി ഇന്ന് മുക്കിയ ഒരു വാർത്തയാണ് ആധാരം. മാതൃഭൂമി രാവിലെ പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത ഇപ്പോൾ കാണാനില്ല. മാതൃഭൂമി വാർത്ത മുക്കി, ഏറെ പേടിച്ചാണ് എന്നത് വ്യക്തം. മയക്കുമരുന്ന് മാഫിയകളെ ഭയന്നാണ് മുഖ്യധാരാ മാധ്യമമായ മാതൃഭൂമി ഈ വാർത്ത മുക്കിയത്. അങ്ങനെയാണ് എങ്കിൽ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പല്ലേ? മുകേഷിനും സിദ്ദിഖിനും ജയസൂര്യയ്ക്കും ഇല്ലാത്ത പരിഗണന അഭിലാഷ് മോഹൻ റിമ കല്ലിങ്കലിനോട് കാണിക്കുന്നതിന്റെ ഗുട്ടൻസ് എന്താണ് എന്ന് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുകയാണ്. റിമ കല്ലിങ്കലിന്റെ ലഹരി പാർട്ടികളെ കുറിച്ച് മാതൃഭൂമി ചാനലിൽ വന്ന ഒരു വാർത്ത അഭിലാഷ് മോഹൻ ഇടപെട്ട് പിൻവലിപ്പിച്ചു എന്നാണ് കേൾക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജനം TV ഒഴികെ മറ്റു ചാനലുകൾ ഈ വാർത്ത കൊടുത്തിട്ടുമില്ല. റിമ കല്ലിങ്കലിനെതിരെ ഗായിക സുചിത്ര ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇത് വീഡിയോയിലൂടെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയും കേരള കൗമുദിയും മാത്രമാണ് വാർത്തയാക്കിയത്. മനോരമയിലെ ജോണി ലൂക്കോസിനും 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായർക്കും ഏഷ്യാനെറ്റ് ന്യൂസിലെ വിനു വി ജോണിനുമൊക്കെ റിമ കല്ലിങ്കലിനോട് മാത്രം സോഫ്റ്റ് കോർണർ വരാൻ കാരണം എന്താണ് എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച. മട്ടാഞ്ചേരി മാഫിയയുടെ കിമ്പളം പറ്റുന്നുണ്ടോ ഇവരെല്ലാം? ഈ മലയാളത്തിലെ മാധ്യമ മേധാവികൾ അവർക്ക് ഒത്താശ പാടുന്നവരാണോ എന്ന ചോദ്യം ഇവർ ചോദിക്കുന്നെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറയേണ്ടി വരും. സംവിധായകന് രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ ബൈറ്റ് എടുക്കാൻ കൊൽക്കത്തയിലേക്ക് റിപ്പോർട്ടറെയും ക്യാമറാമാനെയും അയച്ച ചാനലുകളാണ് ഇപ്പോൾ റിമ കല്ലിങ്കലിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നത് എന്നതും ശ്രദ്ധേയം. ഹേമ കമ്മിറ്റി ചർച്ചയ്ക്ക് ചാനലുകളിലൊക്കെ സബ്ജക്ട് എക്സ്പേർട്ടായി പങ്കെടുത്ത ബാംഗ്ലൂരിലെ ഒരു മലയാളി മാധ്യമ പ്രവർത്തകയും ഇവിടെ മറക്കാനാകില്ല. റിമ കല്ലിങ്കലിന്റെ പാർട്ടികളിലെ സ്ഥിരം സാന്നിധ്യമെന്നോ സംഘാടകയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു കഥാപാത്രമാണ് ഇവരെന്നും സൂചിപ്പിക്കട്ടെ. ഇനി ഇവരുടെ സ്വാധീനത്തിലാണോ മലയാള മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു തരം താണ നിലപാട് എടുത്തത് എന്ന ചോദ്യവും ശക്തം. സെലിബ്രിറ്റികളെ വീഴ്ത്താൻ പ്രത്യേകം ഏജന്റുമാരെ നിയോഗിച്ചിട്ടുള്ള ലഹരി കാർട്ടലാണ് കേരളത്തിൽ രാസലഹരി പ്രചരിപ്പിക്കുന്നത് എന്ന ഒരു വാർത്ത വന്നിട്ട് അധികമായില്ല. ഗ്രാമിന് 4000 രൂപ മുതൽ 8000 രൂപ വരെ വില ഈടാക്കുന്ന ഇത്തരം ലഹരി മരുന്നുകൾ ഉപയോഗിക്കാനുള്ള സാമ്പത്തിക ശേഷി സാധാരണക്കാർക്കില്ല. സെലിബ്രിറ്റികൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇന്റർനെറ്റ് അധോലോകമായ ഡാർക്ക് വെബിലെ ലഹരി പോർട്ടലുകൾ വഴി കാർട്ടലുകൾ പ്രചരിപ്പിക്കാറുമുണ്ട്. ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേക സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുണ്ട്. ഓരോ ദിവസവും ഇവരുടെ ലഹരി അനുഭവങ്ങൾ അതിൽ പങ്കുവയ്ക്കാറുണ്ട്. ഇത്തരം തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് കനത്ത പ്രതിഫലവും ഇവർ സൗജന്യമായി ലഹരി മരുന്നും കൈപ്പറ്റാറുണ്ട് എന്നാണ് ചില വാർത്തകൾ. അത്തരത്തിലൊരു മാഫിയ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ റിമ കല്ലിങ്കലിന്റെ പേരിലും ആഷിഖ് അബുവിന്റെ പേരിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതിലൊക്കെ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് ഈ പൊതുസമൂഹം വിശ്വസിക്കുന്നത്. റിമ കല്ലിങ്കലിന്റെ കരിയർ തന്നെ നശിപ്പിച്ചത് അവർ നടത്തിയ ലഹരി പാർട്ടികൾ കൊണ്ടാണ് എന്ന് സുചിത്ര പറഞ്ഞിരുന്നു. കൊച്ചിയിൽ നടന്ന റെയ്ഡ് എല്ലാം ആരുടെ വീട്ടിലാണ് നടന്നത്? റിമ കല്ലിങ്കലും അവരുടെ കാമുകൻ ആഷിഖ് അബുവുമാണ് ലഹരി പാർട്ടികൾ നടത്തുന്നത്. അങ്ങനെയുള്ള റിമ കല്ലിങ്കൽ സ്ത്രീ ശാക്തീകരണ കുറിച്ച് പറയുന്നത് കേട്ടിരിക്കാനാവില്ല എന്നാണ് സുചിത്ര പറഞ്ഞത്. ഒരുപാട് പെൺകുട്ടികളെ ഇവർ ലഹരിക്ക് അടിമയാക്കിയിട്ടുണ്ട്. ലഹരി ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഒരുപാട് പാവം പെൺകുട്ടികൾക്ക് ലഹരി ആദ്യം നൽകിയത് റിമ കല്ലിങ്കലാണെന്ന് സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു. റിമയുടെ വീട്ടിൽ നടന്ന പാർട്ടികളിൽ എത്ര പെൺകുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആണുങ്ങൾ ഉൾപ്പെടെ. ഇതെല്ലാം അവരെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ തന്നെയുണ്ട്. റിമ കല്ലിങ്കൽ നടത്തുന്ന ലഹരി പാർട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന മലയാളത്തിലെ സംഗീത സംവിധായകരുണ്ട് എന്നും സുചിത്ര വെളിപ്പെടുത്തിയിരുന്നു. അവിടെ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആ സംവിധായകർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. ആ പാർട്ടിയിൽ ഒരു ചോക്ലേറ്റ് പോലും കഴിക്കാൻ പേടിയാണ് എന്നും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2 അടിച്ചില്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരും ഈ ലിസ്റ്റിലുണ്ട്. ഇത്രമാത്രം വ്യക്തമായ തെളിവുകളും ആരോപണങ്ങളും റിമ കല്ലിങ്കലിനെതിരെ ഉള്ളപ്പോഴാണ് മാതൃഭൂമി എന്ന മാധ്യമ ഭീമൻ ഇപ്പോൾ റീമയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.